നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്ടോബർ മാസം മുതൽ പെൻഷന് കാത്തുനിൽക്കുന്ന ആളുകൾ, ഒക്ടോബർ മാസം മുതൽ പെൻഷൻ അപേക്ഷിക്കാൻ കാത്തുനിൽക്കുന്ന ആളുകൾ, പെൻഷൻ മുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ പെൻഷന് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ യെസ് എന്നും, അതല്ല ഈ അടുത്ത കാലത്തായി പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മുടങ്ങിയ ആളുകളെ കുറിച്ചാണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ പുതിയ പുതിയ തീരുമാനങ്ങൾ അനുസരിച്ച് ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരെ ഇപ്പോൾ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ AC വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ വീട്ടിൽ 4 ചക്ര വാഹനമുണ്ടെങ്കിലും നമുക്ക് പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മക്കൾ വെച്ച വീടുകളാണെങ്കിലും ശരി, സ്വന്തം പേരിൽ ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടുവരെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഇപ്പോൾ അത് അപ്പീൽ ചെയ്ത് അപേക്ഷിക്കാം. നമുക്കറിയാം, ഈ അടുത്ത സമയത്താണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർഡ് മെമ്പർമാരെല്ലാം ഇപ്പോൾ സജീവമായിട്ട് പഞ്ചായത്തിലുണ്ടായിരിക്കും. ഈ ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെൻഷൻ ലഭിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലെ പോലെ അവർ കടുംപിടുത്തം പിടിക്കില്ല. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷന് നമ്മളെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മൾ ഒരു വട്ടം കൂടി അപേക്ഷ സമർപ്പിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അവർ അത് കണ്ണടക്കുകയും നമുക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇനി പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാം. ചെറിയ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞവർ പെൻഷൻ മുടക്കില്ല. ഇങ്ങനെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അനർഹമായിട്ട് നമ്മൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ പിന്നീട് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ പെൻഷനെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റിയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അനർഹമായിട്ട് പെൻഷനായാലും ശരി, റേഷൻ സാധനങ്ങളായാലും ശരി, സർക്കാരിനുള്ള ഏത് സേവനങ്ങളായാലും ശരി, അവിടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇക്കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒക്ടോബർ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. 3200 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. കഴിഞ്ഞ മാസത്തെ ഒരു കുടിശ്ശികയുള്ള ഒരു പെൻഷനും ഒക്ടോബർ മാസത്തിലെ പെൻഷനും കൂടി 3200 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. ഏകദേശം 60 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും ഈ ഒരു പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതിനുശേഷം പെൻഷൻ പണം കൂടാനും സാധ്യത കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ പണം കൂട്ടാനായിരിക്കുമ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടായിരിക്കും. 2000 രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. 1600 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2000 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. ഇങ്ങനെ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് തന്നെ ചെയ്യേണ്ടി വരും. പെൻഷൻ മസ്റ്ററിങ്, വരുമാന സർട്ടിഫിക്കറ്റ്, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം, എന്നിങ്ങനെ പല കാര്യങ്ങളും യഥാസമയത്ത് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെൻഷൻ സംബന്ധമായിട്ടുള്ള ഏത് അറിയിപ്പുകൾ വന്നാലും നമ്മുടെ ചാനൽ വരുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, PM കിസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ സർക്കാർ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.